പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിനെന്ന് പത്രോസോട് പറയുന്നു. ഹല്ലേലൂയ. 1 പത്രോസിലെ 1-ാം അധ്യായം 16-ാമത്തെ വാക്കും കൂടെ ചേർത്ത് വായിക്കുകയും കാണുന്നുണ്ട്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. ഇവിടെ വിശുദ്ധരാകുക എന്നുള്ളതാണ് ദൈവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പത്രോസ് ലേഖനം എഴുതും പറഞ്ഞിട്ട്, ആകിയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മിതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുതെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണമെന്ന ദൈവത്തിന്റെ വചനം നമ്മോട് ഓർപ്പിക്കുമ്പോൾ, എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഈ ഭൂമിയിൽ നമ്മൾ എത്രമാത്രം അശുദ്ധമായ ലോകത്തിൽ എത്രമാത്രം അശുദ്ധികൾ നിറയപ്പെട്ട ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, നമുക്ക് എല്ലാ നടപ്പിലും വിശുദ്ധനായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നടപ്പിലും വിശുദ്ധനെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിലും മനുഷ്യൻ എല്ലാ നടപ്പിലും വിശുദ്ധനല്ല. വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തെ കുറിച്ച് ദൈവാത്മാവ് പറയുമ്പോൾ നാം അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാം നടപ്പിലും വിശുദ്ധരാകണം. ഹല്ലേലൂയ. എല്ലാവരോടും നമ്മൾ വിശുദ്ധി പാലിച്ചുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. എന്നാൽ ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ പലരുടെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധീകരണ സമയമെടുക്കുന്ന സാവധാനം ഉള്ള ഒന്നാണെന്നാണ് പറയുന്നത്. പലരും പഠിപ്പിക്കുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് അഥവാ വിശുദ്ധി സാവധാനമുള്ളതാണ്, അത് സാവധാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അത് പൂർത്തിയാകുന്നില്ലെന്നാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി വെച്ച് തന്നെ നമ്മൾ ആ വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലേക്ക് വരാതെ മനുഷ്യൻ പാപത്തിൽ വസിക്കുന്നു. പാപത്തിൽ വസിച്ചിരിക്കുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ആ മരിച്ചുപോയ മനുഷ്യന് വേണ്ടി ഭൂമി ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ ഒരിക്കലും ആ മനുഷ്യനെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരിക്കലും അങ്ങനെ വിശുദ്ധി പ്രാപിപ്പാൻ കഴിയത്തില്ല. വിശുദ്ധീകരിക്കുക, വിശുദ്ധനായി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ സുബോധത്തിന്റെ ആത്മാവിൽ നമുക്ക് തിരിച്ചറിവോടുകൂടി ജീവിക്കുമ്പോൾ നാം സ്വയമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഓട്ടക്കളത്തിൽ നാം വിശുദ്ധിയോടുകൂടി ഓടുന്നില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ എത്താൻ കഴിയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നീയത, ഈ വിശുദ്ധി എന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് തന്നെ കൊണ്ടുവരേണ്ടതാണ്. ഹല്ലേലൂയ. ചില ആളുകൾക്ക് പറഞ്ഞത് നാം ഈ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, പാപത്തിന് അധീനമായ സന്ധിയില്ലാത്ത സമരം നമ്മൾ ചെയ്യയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പറയുന്ന പാപത്തിന് അധീനമായ സന്ധിയില്ലാത്ത സമരമാണ്. ഈ ഭൂമി വെച്ച് നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റില്ല, മരിച്ചു കഴിഞ്ഞാലും പറ്റത്തില്ല, ഇനി മരിച്ചു കഴിഞ്ഞാലും പിന്നെ ജീവനുള്ളവരൊക്കെ ചെയ്തുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് പലരും ഈ ഭൂമി പാപത്തിന്റെ സന്ധിയില്ലാത്ത സമരം ചെയ്യും. വീണ്ടും മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, വിരക്കൂത്ത് കാണിക്കുന്നു, ദുഷ്ടത ചെയ്യുന്നു. അങ്ങനെ പലവിധമായ കോപ്രായങ്ങൾ മനുഷ്യൻ കാണിച്ചുകൊണ്ട് അവരുടെ ശരീരത്തെ ദുർനടപ്പിനേൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യുവതി, യുവാവേ, ഈ ഭൂമിയിൽ നിനക്ക് ഒരു പ്രാവശ്യമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. നിനക്ക് ശരീരത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാലയളവും ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്സും ഈ ജീവിതം മാത്രമാണ്. ഈ ശരീരത്തോടുകൂടി നീ ജീവിക്കുമ്പോൾ നിന്റെ ശരീരത്തെ നീ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം. നിന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം. മരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഒരു വിശുദ്ധിയുടെ കർമ്മങ്ങളും ഇവിടെ ഇല്ല. അത് ചെയ്യുന്നത് വ്യർത്ഥമാണ് എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുകയാണ്, ഇബ്രാഹിം വായിക്കുമ്പോൾ ഇബ്രാഹിം 12-ാം അധ്യായം 14-15 വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അല്ലെങ്കിൽ അപ്പൊ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാനും പറ്റത്തില്ല. ഈ ലോക ജീവിതമൊക്കെ താൽക്കാലികമാണെന്ന് എപ്പോഴും പറയാനുണ്ടോ. നമുക്ക് പല പഠിപ്പിക്കലുകളും പല ഉപദേശങ്ങളും പല ചിന്തകളും ഒക്കെ നമ്മെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മൃഗത്തെ വേട്ടയാടുന്നത് പോലെ പല ദുരുപദേശങ്ങളും നമ്മളെ വേട്ടയാടിക്കൊണ്ട് സാത്താൻ നിന്നെ പാപത്തിൽ തള്ളിയിടും. അതുകൊണ്ടാണ് വചനം എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഭവനത്തിൽ മാതാവിനോട്, പിതാവിനോട്, സഹോദരിയോട്, കുഞ്ഞുങ്ങളോട്, മുതിർന്നവരോട്, അധ്യാപകരോട്, ഇതിന്റെ
നിന്റെ സഭയുടെ ഗുരുക്കന്മാരോട്, നീ ജോലി ചെയ്യുന്ന സമയത്ത് നിന്റെ അമ്മായിയമ്മയുടെ മരുമോളുള്ള എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുന്ന നിനക്ക് മാത്രമേ കർത്താവിനെ കാണാൻ കഴിയുള്ളൂ. മരണാനന്തരം നിങ്ങൾക്ക് കർത്താവിനെ കാണണമെങ്കിൽ, നിത്യതയിൽ നിങ്ങൾ എത്തി കർത്താവുമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ശുദ്ധീകരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. പൗലോസിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ഫിലിപ്പി ലേഖനം 3-12 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ള നാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ്പവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്ന ഈ ഭക്തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എത്ര വലുതാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ അനുഭവത്തിൽ വിശുദ്ധന്മാർ കർത്താവിന്റെ വിശുദ്ധന്മാരായി ജീവിച്ചവരാണ്. എന്ന കാലം മാറി വന്നു. മനുഷ്യൻ സംസ്കാരമായി, വിവരമായി, പണമായി, പ്രതാപമായി, മനുഷ്യൻ സ്വന്തം അറിവായി, മനുഷ്യൻ സ്വന്തം കാലിൽ നിൽക്കാൻ അവൻ ഏത് വിധത്തിൽ ഇന്ന് അധ്വാനിച്ച് പണം കണ്ടെത്തുന്ന കാലമായി. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ വിശുദ്ധിയെ മാറി, വിശുദ്ധമായി ജീവിക്കുന്ന മാറി അശുദ്ധമായി മാറി. ആരോട് വായെടുത്ത് സംസാരിക്കും, ആര് വാമ തുറന്നാലും അശുദ്ധമായി ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ, അത് കുടുംബത്തിൽ കുഞ്ഞു കുട്ടികളുടെ കാപാലവൃത്തം ജനങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നികത, ഈ ലോകത്തിൽ അശുദ്ധിയിൽ ജീവിച്ച് നമുക്ക് നിത്യത്തിലെത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് നാം പാപമില്ലാത്ത ശരീരത്തിൽ, പാപമില്ലാത്ത ഹൃദയത്തിൽ, പാപമില്ലാത്ത നടപ്പിൽ നമ്മൾ എപ്പോഴും ദൈവത്തോട് ചേർന്ന് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവയെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ക്രിസ്തുവിനോടുകൂടെ നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ നിത്യത നിനക്ക് നഷ്ടമാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ എല്ലാ നടപ്പിലും വിശുദ്ധനാകാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് പോലെ നിങ്ങൾ നല്ലതേതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ ജീവിതം നിങ്ങളുടെ മക്കളെ എല്ലാ നടപ്പിലും വിശുദ്ധരാകാൻ വേണ്ടി നിങ്ങൾ പഠിപ്പിക്കണം. പൗലോസ് പറഞ്ഞ പാപികൾ ഒന്നാമനാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. സഹോദരൻ, പാപികൾ ഒന്നാമനായി ജീവിച്ച പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമായിരുന്നെങ്കിൽ, യേശു വിളിച്ച് വേർതിരിച്ച അപ്പോസ്തലന്മാരുടെ എല്ലാ ജീവിതത്തിലും ഒരു ശുദ്ധീകരണം ആവശ്യമായിരുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നമുക്കല്ല ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. വചനം പറയുന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെ അനുഭവം ഒന്നല്ല, എല്ലാവരുടെ അനുഭവം ഒന്നല്ല. ക്രിസ്ത്യാനികളുടെ അനുഭവമല്ല, ഹിന്ദു അനുഭവമല്ല, മുസ്ലിമിന്റെ അനുഭവമല്ല, ബുദ്ധമതക്കാരന്റെ, ജൈനമൊക്കെ എല്ലാവർക്കും ഓരോ അനുഭവങ്ങളാണ്. മനുഷ്യൻ ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളുടെ അനുഭവം 10 തലത്തിലാണ്. ചില പറയുന്നു അല്ലൊരിയ അവരവരുടെ സ്വഭാവം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാം. നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരിക്കലും നമുക്ക് ശുദ്ധീകരിക്കപ്പെടാൻ കഴിയത്തില്ല. നാം ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധനാകണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കണം. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അല്ലൊരിയ നമ്മളെല്ലാം നടപ്പിലും വിശുദ്ധരായിരിക്കണം. എല്ലാ നടപ്പിലും ആളുകൾ നിന്നെ കുറിച്ച് മറ്റൊന്ന് പറയാതെ, മറ്റൊന്ന് പറയിപ്പിക്കാതെ, ആളുകൾ നിന്നെ കുറിച്ച് പരദൂഷണം പറയാതെ, നിന്നെ കുറിച്ച് മോശമായ രീതി പറയാതെ, നീ ഒരു നല്ല മനുഷ്യനായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന എല്ലാ ആലോചനകളും നീ ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണം. അതേ, നിനക്ക് മരണാനന്തരം നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. ആരോടും സമാധാനം ആചരിക്കാൻ കഴിയത്തില്ല. ജീവനോടെ ഇരിക്കും തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവയെ ഇന്ന് പകൽ നീ നികത്തിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് നീ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് പരസ്പരം നിന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ താഴ്ചയിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പിമ്പിലുള്ളത് മറക്കണം, മുമ്പിലുള്ള ആഞ്ഞുകൊണ്ട് പരമ്പുളിയുടെ ലാക്കിന് വേണ്ടി പൗലോസ് ഓടിയതുപോലെ നീ ഓടുവാൻ കഴിയട്ടെ. അത് എന്തുവകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ ദൈവത്തിന്റെ വചനം വായിച്ചുപോലെ എല്ലാ നടപ്പിലും വിശുദ്ധമായി ജീവിതം നയിപ്പാൻ കർത്താവേ ജനത്തെ ഒരുക്കണമേ. പാപത്തിന്റെ വശീകരണത്തിലേക്ക് പലരും വീണുകൊണ്ട് ഈ ലോകത്തിൽ താളം തെറ്റി ജീവിതം, കുടുംബത്തിൽ സമാധാനമില്ല, പാപം, ശാപം, രോഗം, മരണം എന്നിവയാൽ കുടുംബം തകർന്ന് ധരിപ്പണമാകുമ്പോൾ കർത്താവേ തലമുറകളെല്ലാം തന്നിഷ്ടപ്രകാരം ജീവിച്ച കർത്താവേ മരണസംഖ്യ ഉയരുമ്പോൾ ഈ കാലഘട്ടത്തിൽ കർത്താവ് ശുദ്ധീകരണം ആവശ്യമാണ്. എല്ലാവരോടും സമാധാനം ആചരിപ്പുള്ള ഹൃദയം, മനസ്സ് ജനത്തിന് കൊടുക്കണമേ. സകലം നിറച്ചാട്ട് സകലമേ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.